നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ സാധാരണ ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സും അനലോഗ് മൾട്ടിമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാ വെച്ചാൽ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൂചി ഉണ്ടായിരിക്കും. ആ സൂചി വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, വോൾട്ടേജ്, AC വോൾട്ടേജ്, DC വോൾട്ടേജ് തുടങ്ങി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ആംബിയർ, അതായത് ആംബിയർ അധികം കാണിക്കുന്നില്ല. ആംബിയർ വെറും മില്ലി ആംബിയർ ഒക്കെ, മൈക്രോ ആംബിയർ ഒക്കെയാണ് ഇതിൽ വരുന്നത് കാണിക്കുന്നത്. ഇത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. ഞാൻ പറഞ്ഞത് സൂചി, അതായത് ഡാമ്പിങ് ഓസിലേഷൻ മുഖേന ഉപയോഗിക്കുന്ന മീറ്ററാണ് സൂചിയുള്ള ടൈപ്പ്. ഇത് സൂചിയുള്ളതല്ല, എല്ലാം ഡിജിറ്റൽ പ്രോസസ്സിൽ വരുന്ന മീറ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പൊസിഷനിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിലാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അതായത് ഈ കണ്ടോ, ഇതിലിടുക, ഈ ഡയോഡിൻ്റെ ചിഹ്നം ഇതുള്ളതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ നമ്മൾ കപ്പാസിറ്റൻസ് ഇത് കണ്ടോ, 200 മില്ലി ആംബിയർ, ആംബിയേഴ്സ്, മില്ലി ആംബിയർ. ഇതിലധികം വലിയ ആംബിയർ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് അമ്മീറ്റർ എന്ന് പറയുന്ന ആംബിയർ മീറ്റർ ഉണ്ട്, അതിന് വേറെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് AC വോൾട്ട്, അതായത് 250, 750. ചില മൾട്ടിമീറ്ററിൽ 1000 വോൾട്ട് വരെ കപ്പാസിറ്റി ഉള്ളതുണ്ട്. ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു മൾട്ടിമീറ്റർ ആയതുകൊണ്ട് പിന്നെ ഓഫ്. പിന്നെ വരുന്നത് കണ്ടോ, DC വോൾട്ടേജ്, ഡയറക്റ്റ് കറണ്ട്. DC വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓരോ സംവിധാനങ്ങളാണ് അത് വരുന്നത്. 1000, 200, 20 തുടങ്ങി മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ ഒക്കെ വരുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും. അതുണ്ടോ, 200, 20K, 2000K വരെ നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കണ്ടോ, ഇതിൽ PNP, NPN ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനുള്ള 2 സ്ലോട്ടുകളാണ് ഈ വരുന്നത്. അതായത് നമ്മുടെ ഒരുവിധം ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ വരുന്ന സർക്യൂട്ടുകളൊക്കെ അതായത് ഇലക്ട്രോണിക്സ് ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ട്രാൻസിസ്റ്റേഴ്സ്, ICs, അതുപോലെ ബാക്കി എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ടുള്ള ഇതാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ മൈക്രോ രൂപങ്ങളാണ് നമ്മുടെ മൊബൈലും അതുപോലെ ബാക്കിയുള്ള അതിലും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഫിസിക്കൽ രൂപങ്ങൾ, അതായത് നമുക്ക് കാണുന്ന തരത്തിലുള്ള രൂപങ്ങളായിരുന്നു പണ്ട് TV-കളിലും ബാക്കിയുള്ള സംവിധാനങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ടോട്ടൽ വ്യൂ. ഇനി കൂടുതൽ വിവരങ്ങളായിട്ട് ഞാൻ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.